വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നേരത്തെ ഇട്ട വീഡിയോന്റെ ബാക്കി വീഡിയോസ് ആയിട്ട് തന്നെ ആട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ പണി കുറച്ചുകൂടെ ബാക്കിയുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ബൊഗൈൻവില്ലാസൊക്കെ നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇതിന്റെ ഇല കണ്ട ഒരു വെറൈറ്റിയാണ്, രണ്ട് ഷെയ്ഡാണ്, ഒരു വൈറ്റും ഗ്രീന് രണ്ട് കളർ കോമ്പിനേഷനുള്ള ഇലയാണ്. പക്ഷെ പൂവ് പിങ്ക് കളറാണ് കേട്ടോ. പക്ഷെ ഒരുപാട് വെറൈറ്റി നമുക്ക് ബൊഗൈൻവില്ലയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റണൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതന്നെ ഒരു കളറിന് പല ഷെയ്ഡിലുള്ള നമ്മളെ കയ്യിലുണ്ട്. ഇനി അതൊക്കെ ഒന്ന് പൂ ഇട്ട് വരണം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ നട്ട എല്ലാ ബൊഗൈൻവില്ലയും ഇപ്രാവശ്യം നന്നായിട്ട് പൂവിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ പീസ് കൊണ്ടുവച്ചതൊക്കെ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒന്നും കേടുവന്ന് പോയിട്ടൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോട്ടി മിക്സ് ഒക്കെ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ വെറും മണ്ണിൽ ആണ് കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് വെറും വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നും ഞാൻ നാടൻ വളമോ മറ്റുള്ള രാസവളങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ സംഘടിപ്പിച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താണ് മിക്സ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണത് കേട്ടോ. അങ്ങനെ മണലില്ലാത്തതുകൊണ്ട് കുറച്ച് എംസാൻഡ് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് എംസാൻഡ് മിക്സ് ചെയ്യുന്നുണ്ട്. എംസാൻഡ് സേഫ് ആണെന്ന് ഒരു വീഡിയോയിൽ കണ്ടു. ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. പക്ഷെ ഞാനത് മിക്സ് ചെയ്യണ കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, ഇത് ഇങ്ങനെ ഉണ്ടാവോ, ചെടി കേട് വന്ന് പോയില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. ഒരാളൊരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യണക്കാട്ടി എത്രയോ എളുപ്പമാണല്ലോ കൺഫ്യൂസ്ഡ് ആകാൻ. അരുതാത്തൊന്നും സംഭവിക്കരുതേന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബാക്കി ഇതാ ചെടികളൊക്കെ നട്ടുകൊണ്ടിരിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഗാർഡനിങ് വിശേഷങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ തുടക്കമാണ്. ഇങ്ങനെയൊക്കെ നമുക്കുള്ള കുഞ്ഞു മുറ്റത്ത് നമ്മൾ പറ്റാവുന്നതിന്റെ മാക്സിമം നമ്മൾ ചെടികൾ നിറച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് കേട്ടോ. അല്ലാതെ ഇത്രയും ചെറിയ മുറ്റത്ത് ഇത്രയും ചെടികൾ ആവശ്യത്തിലധികം ചട്ടികളൊക്കെ പൈസ കൊടുത്ത് വാങ്ങി ഇങ്ങനെ കുത്തി നിറച്ച് വെക്കാൻ, ഈ കുത്തി നിറച്ച് വെക്കുന്നത് ഭംഗികേടാണോ ചോദിച്ചാൽ ഭംഗികേടാണ്. പക്ഷെ കാണുമ്പോൾ ഇത് എവിടെയെങ്കിലും എൻ്റെ കയ്യിലില്ലാത്തൊരു വെറൈറ്റി കാണുമ്പോൾ ബൊഗൈൻവില്ല ആയാലും നമ്മളെ പോപ്പി ആയാലും എന്ത് തരം സാധനങ്ങളും ഇപ്പോൾ കയ്യിലുള്ള സാധനങ്ങളും അതിൻ്റെ വേറൊരു കളർ പൂ വേറൊരു തരം വെറൈറ്റി കാണുമ്പോൾ ഇതിൻ്റെ കയ്യിലില്ലല്ലോ, അതിന് കൊണ്ടുപോയി നടണമെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ തോന്നും. അപ്പോൾ പിന്നെ അത് നമ്മൾ നടാതെ ഇരിക്കൂല. ആദ്യമൊക്കെ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് മാത്രമായിരുന്നു കേട്ടോ ഇഷ്ടം. കാരണം ഈ ഇലച്ചെടികളൊന്നും വലിയ താല്പര്യമായിരുന്നു. പക്ഷെ ഇലച്ചെടികളുടെ ഭംഗി, ഇലച്ചെടികളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ വീഡിയോസും പിന്നെ നേരിട്ടിട്ടൊക്കെ ഇങ്ങനെ വീഡിയോസിലായിട്ടും അല്ലാണ്ടൊക്കെ കുറെ കണ്ടപ്പോൾ ഇലച്ചെടികളോടും ഇപ്പൊ ഭയങ്കര ക്രേസ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതാ സിറ്റ് ഔട്ടിലൊക്കെ ഉള്ള സ്ഥലത്ത് സിറ്റ് ഔട്ടിലൊക്കെ ഇതാ വെച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ പോട്ടൊക്കെ സെപ്പറേറ്റ് വാങ്ങിയിട്ട് അങ്ങനെ കുറച്ചായി നമ്മളെ ഗാർഡൻ ഇതാ നമ്മൾ വിപുലീകരിച്ച് വരികയാണ്. ഇനി നമുക്ക് ടെറസ് ഗാർഡൻ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.